സാംഖ്യികത്തിൽ സമസ്തം അഥവാ പോപ്പുലേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് രാജ്യത്തെ ആകെ ജനങ്ങളുടെ എണ്ണം, ലോകത്തെ ആകെ ജനങ്ങളുടെ എണ്ണം, പഠനമേഖലയിലെ ആകെ ഇനങ്ങൾ, പഠനമേഖലയിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഇനങ്ങൾ. ഇവിടെ പോപ്പുലേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മൾ മൊത്തമായിട്ടാണ് പരിഗണിക്കുന്നത്. അതായത് സെൻസസ് സർവേ, സാമ്പിൾ സർവേ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സെൻസസ് സർവേയിൽ എന്താണ് എല്ലാത്തിനെയും പരിഗണിക്കുകയാണ് ചെയ്യുക. എന്നാൽ സാമ്പിൾ സർവേയിലോ കുറച്ചെണ്ണത്തിനെ മാത്രമേ പരിഗണിക്കുന്നുള്ളൂ. അതുകൊണ്ട് പഠന മേഖലയിലെ ആകെ ഇനങ്ങൾ അതിനെയാണ് നമ്മളിവിടെ ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ചുവടെ നൽകിയിരിക്കുന്നതിൽ ആവർത്തി ഡയഗ്രം അഥവാ ഫ്രീക്വൻസി ഡയഗ്രം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹിസ്റ്റോഗ്രാം, പൈ ഡയഗ്രം, സിമ്പിൾ ബാർ ഡയഗ്രം, മൾട്ടിപ്പിൾ ബാർ ഡയഗ്രം. ഇതിൽ ഹിസ്റ്റോഗ്രാം ഫ്രീക്വൻസി ഉപയോഗിച്ച് നമ്മൾ നിർമ്മിക്കുന്നത്, ക്ലാസ് ഫ്രീക്വൻസി ഉപയോഗിച്ച് നമ്മൾ നിർമ്മിക്കുന്ന ഏതാണ്? ഹിസ്റ്റോഗ്രാം ആണ് അല്ലേ, അഥവാ ആയതരേഖമാണ് നമ്മൾ ക്ലാസ് ഫ്രീക്വൻസി ഉപയോഗിച്ച് നിർമ്മിക്കുന്നത്. ഒരു ശ്രേണിയെ രണ്ട് തുല്യ ഭാഗങ്ങളായി വേർതിരിക്കുന്ന കേന്ദ്രീയ പ്രവണത അളവ് ഏതാണ്? മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സന്? ക്വാർട്ടൈൽസ് അഥവാ ചതുർത്ഥകം, സമാന്തര മാധ്യം അഥവാ അരിതമെറ്റിക് മീന്, മാധ്യാങ്കം മീഡിയൻ, ബഹുലകം മോഡ്. ഇതിലേതാണ് രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്? മാധ്യാങ്കം അഥവാ മീഡിയമാണ് നമ്മൾ രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഭൂപരിധിയുമായി ബന്ധപ്പെട്ടത്, ഭൂപരിധി പറഞ്ഞാൽ നിങ്ങൾക്കറിയാവുന്നതാണ്. ഒരാളുടെ പേരിൽ ഇത്ര ഭൂമി ഉണ്ടാകാൻ പാടുന്നുള്ള കണക്കുണ്ട്. അതുമായി ബന്ധപ്പെട്ടത് ഭൂപരിഷ്കരണം, ധവള വിപ്ലവം, സുവർണ വിപ്ലവം, രജത വിപ്ലവം. ഏതാണ്? ഭൂപരിഷ്കരണം അഥവാ ലാൻഡ് റിഫോംസ്. ധവള വിപ്ലവവും സുവർണ വിപ്ലവവും രജത വിപ്ലവമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ മറ്റുള്ള ക്ലാസ്സിൽ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാവുന്നതാണ്. ഇന്ത്യൻ തൊഴിലാളികൾ ഭൂരിഭാഗം ഉൾപ്പെടുന്നത് ഏത് മേഖലയിലാണ്? കൂലിവേല, സ്വയം തൊഴിൽ, ഗവൺമെൻറ് ശമ്പളം, അർദ്ധ ഗവൺമെൻറ് ശമ്പളം. നമുക്കറിയാവുന്ന കാര്യമാണ്, ഇന്ത്യയിലെ 75-80% ആൾക്കാർ കൃഷിയുമായി ബന്ധപ്പെട്ട തൊഴിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊക്കെ സ്വയം തൊഴിലാണ്, സ്വന്തമായിട്ട് തൊഴിൽ കണ്ടെത്തിയ ആൾക്കാരാണ്. അതുകൊണ്ട് നമുക്കിവിടെ ഏതാ മനസ്സിലാക്കേണ്ടത്? സ്വയം തൊഴിലാണ്, സ്വന്തമായിട്ട് തൊഴിൽ കണ്ടെത്തിയ ആളുകളാണ്. ഒരു ഗവേഷകൻ വെബ്സൈറ്റിൽ നിന്ന് ശേഖരിക്കുന്ന ഡാറ്റ നേരിട്ടല്ലാതെയാണ് നമുക്ക് കിട്ടുന്നത്. പത്രങ്ങളിൽ നിന്നും വെബ്സൈറ്റുകളിൽ നിന്നും മറ്റ് മാസികകളിൽ നിന്നൊക്കെ കിട്ടുന്നത്. പ്രാഥമിക ഡാറ്റ, ദ്വിതീയ ഡാറ്റ, തൃതീയ ഡാറ്റ. ഏതാണ്? ദ്വിതീയ ഡാറ്റ അഥവാ സെക്കൻഡറി ഡാറ്റയാണ്. ഹോർട്ടിക്കൾച്ചർ ബന്ധപ്പെട്ടിരിക്കുന്നത് പാലുൽപ്പന്നങ്ങൾ, ഫലങ്ങൾ, പച്ചക്കറികൾ, മത്സ്യ ഉൽപ്പാദനം, മൃഗപരിപാലനം. പാലുൽപ്പന്നങ്ങൾ അഥവാ ധവള വിപ്ലവമാണ്. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. വൈറ്റ് റെവല്യൂഷൻ എന്ന പേരിലൊക്കെ അറിയപ്പെടാറുണ്ട്. ഇവിടെ ഹോർട്ടിക്കൾച്ചർ എന്നറിയപ്പെടുന്നത് പഴങ്ങളും പച്ചക്കറികളുമാണ്. പ്രാഥമിക മേഖല ഉൾപ്പെടുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ ആൻഡ് ടെർഷ്യറി സെക്ടർ. പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. ഇവിടെ കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും ഏതിലാണ് ഉൾപ്പെടുക? പ്രാഥമിക മേഖല അഥവാ പ്രൈമറി സെക്ടറിൽ. അതായത് കോറിയും ഖനനവും ഒക്കെ അതിൽ തന്നെയാണ് ഉൾക്കൊള്ളിക്കുക. നിർമ്മാണം ഏതിനാണ്? ഉൽപ്പാദനം ഏതിലാണ്? സെക്കൻഡറി സെക്ടർ അഥവാ ദ്വിതീയ മേഖല. വ്യാപാരം അഥവാ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതൊക്കെയാണ് ടെർഷ്യറി സെക്ടർ അഥവാ തൃതീയ മേഖലയാണ് ഉൾക്കൊള്ളിക്കുന്നത്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ കാർഷിക മേഖലയിൽ സമത്വം കൈവരിക്കുന്നതിനായി നടപ്പിലാക്കിയ നടപടി ഏത്? സാങ്കേതിക വിദ്യയിലെ പുരോഗതി, സ്വാശ്രയത്വം, ഭൂപരിഷ്കരണം, വൈവിധ്യവൽക്കരണം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് സമയത്ത് ഇന്ത്യയിൽ നല്ലൊരു ശതമാനം ആൾക്കാരും കൃഷിയുമായി ബന്ധപ്പെട്ട ജോലിയിലായിരുന്നു ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ അവർക്കൊന്നും സ്വന്തമായിട്ട് തൊഴിലില്ല. കാരണം എന്താണ്? ഒന്നാമത് കൃഷിഭൂമി ഇല്ലാത്തതാണ്. അടിസ്ഥാന സൗകര്യങ്ങളൊന്നും അവർക്ക് നിർവഹിക്കാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കണം, ജനങ്ങൾക്കെല്ലാവർക്കും തൊഴിൽ കിട്ടണം. അപ്പോൾ അതിനൊക്കെ വേണ്ടി എന്ത് ചെയ്യണം? നമുക്ക് ജനങ്ങൾക്ക് അല്ലെങ്കിൽ കർഷകർക്കെല്ലാവർക്കും ഭൂമി വീതിച്ചു കൊടുക്കണം. ഇതിനാണ് നമ്മൾ ഭൂപരിഷ്കരണം അഥവാ ലാൻഡ് റിഫോംസ് എന്ന് പറയുന്നത്. ചുവടെ നൽകിയിരിക്കുന്നതിൽ പരോക്ഷ നികുതി ഏത്? പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. പ്രത്യക്ഷ നികുതി പറഞ്ഞാൽ നേരിട്ട് അടക്കേണ്ട നികുതിയാണ്. എന്നാൽ പരോക്ഷ നികുതി എന്ന് പറഞ്ഞാലോ നേരിട്ട് അല്ലാതെ അടക്കുന്നത്. അപ്പം ആരിലാണോ നികുതി ചുമത്തപ്പെട്ട് അയാൾ നേരിട്ടെടുക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയാം? പ്രത്യക്ഷ നികുതി എന്ന് പറയുന്നത്. ഇവിടെ പ്രത്യക്ഷ നികുതി, വരുമാന നികുതി, സ്വത്ത് നികുതിയൊക്കെ പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണമാണ്. എന്നാൽ പരോക്ഷ നികുതി എന്ന് പറഞ്ഞാൽ സാധന സേവന നികുതിയാണ്, സർവീസ് ടാക്സ് ആണ്. പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികളെ തരംതിരിക്കുന്നത്, അതായത് സ്ഥലത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികളെ തരംതിരിക്കുകയാണ്. ഇത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേറ്റയിലാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഏതാണ്? സ്ഥലത്തിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുക, അതിനെ സ്ഥലീയ വർഗീകരണം എന്ന് പറയും. സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ, ഭൂമിശാസ്ത്രപരമായിട്ടുള്ള തരംതിരിവ് എന്ന് പറയാവുന്നതാണ്. 2, 8, 7, 4, 3 എന്നീ ശ്രേണിയിലെ മധ്യാങ്കം ഏതാണ്? മീഡിയം കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ 5 സംഖ്യകൾ തന്നിട്ടുണ്ട്. മീഡിയം കാണാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? ഇവിടെ എക്സ് ആണ് തന്നിട്ടുള്ളത്. n+1/2 എന്നതാണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ. അതായത് 5+1/2, 6/2, 3 ഇതിൻ്റെ ആൻസർ. നമ്മൾ മീഡിയം കാണാൻ വേണ്ടി പഠിച്ചിട്ടുണ്ട് n+1/2 എന്ന ഇക്വേഷനാണ്. ഒരു ശ്രേണിയിൽ ഏറ്റവും കൂടുതൽ തവണ ആവർത്തിക്കപ്പെടുന്ന മൂല്യം, മാധ്യം അഥവാ മീന്, മാധ്യാങ്കം മീഡിയൻ,
ബഹുലകം മോഡ്, ചതുർത്ഥകങ്ങൾ അഥവാ ക്വാർട്ടൈൽസ്. ഏതാണ് ഒരു സംഖ്യ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് വരികയാണെങ്കിൽ അതിനെ നമ്മൾ ബഹുലകം അഥവാ മോഡ് കണക്കാക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. സ്വതന്ത്രപൂർവ്വ ഭാരതത്തിൽ ദാരിദ്ര്യരേഖ എന്ന ആശയം ഉയർത്തിക്കൊണ്ടുവന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആരാണ്? ദാദാഭായ് നവറോജിയാണ്. താഴെ കൊടുത്തിട്ടുള്ളതിൽ സാമ്പത്തിക പശ്ചാത്തല സൗകര്യമില്ലാത്തത് ഏത്? ഏതാണ്? വിദ്യാഭ്യാസം, ഗതാഗതം, ഊർജം, വാർത്താവിനിമയമൊക്കെ എന്തുമായി ബന്ധപ്പെട്ടാണ്? സാമ്പത്തികവുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് കാര്യങ്ങളാണ്. സഹബന്ധ ഗുണാങ്കത്തിന് മൂല്യം, കോഫിഷ്യന്റ് ഓഫ് കോറിലേഷന് ഏതാണ്? 0 to 1, -1 മുതൽ +1 വരെ, -1 മുതൽ 0 വരെ, 1 മുതൽ 2 വരെ. ഗുണാങ്കം അഥവാ കോഫിഷ്യന്റ് എപ്പോഴും ഏതാണ്? -1നും +1നും ഇടയിലായിരിക്കും. മൊത്തവില വാരത്തിലെ മാറ്റം സൂചിപ്പിക്കുന്ന സൂചകാങ്കം, മൊത്തവില സൂചിക, ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്. ഇന്ത്യയിൽ ആദ്യത്തെ സെൻസസ് നടന്നത് എന്നാണ്? 1881. താഴെ കൊടുത്തിട്ടുള്ള ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടത് ICMR ആണ്. NCERTയും UGC ഒക്കെ എന്തുമായി ബന്ധപ്പെട്ടതാണ്? വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതാണ്. ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയെ ലോക സമ്പദ് വ്യവസ്ഥയുമായി യോജിപ്പിക്കുന്നത് അറിയപ്പെടുന്നത് ഏതാണ്? ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ മറ്റു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുമായിട്ട് എപ്പോഴും ബന്ധം ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ഏതാണ്? ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ടാണ് ആഗോളവൽക്കരണം. നമ്മുടെ രാജ്യത്തുള്ള പ്രൊഡക്റ്റുകളൊക്കെ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാനും വിദേശ നിർമ്മിത പ്രൊഡക്റ്റുകളൊക്കെ നമ്മുടെ രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയിൽ കാണപ്പെടാനുള്ള പ്രധാന കാരണം എന്തായിരുന്നു? ആഗോളവൽക്കരണം അഥവാ ഗ്ലോബലൈസേഷൻ ആണ്. ഇന്ത്യയിൽ ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തുന്നത് ഏത് രീതി ആണ് ഉപയോഗിക്കുന്നത്? ഏതാണ്? സെൻസസ് രീതിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു രാജ്യത്തിൻ്റെ ജനസംഖ്യാ കണക്കെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ജനങ്ങളെയാണ് പരിഗണിക്കുന്നത്. അതുകൊണ്ട് അത് ഏത് രീതിയാണ് അറിയപ്പെടുന്നത്? സെൻസസ് രീതി അഥവാ സെൻസസ് മെത്തഡ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. താഴെ തന്നിട്ട് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ദേശീയ വരുമാന കണക്കാക്കലുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആരാണ്? VKRV റാവു. ഒരുപാട് സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ ഇതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ടുണ്ടെങ്കിലും VKRV റാവുവിൻ്റെ കണക്കാണ് ഏറ്റവും ഒരു പ്രശസ്തമായിട്ടുള്ള കണക്കായിട്ട് നമ്മൾ രേഖപ്പെടുത്തുന്നത്. താഴെ തന്നിട്ടുള്ള മനുഷ്യ മൂലധനമായി പരിഗണിക്കാവുന്ന ഘടകം ഏതാണ്? പരിശീലനം നേടിയ തൊഴിലാളികൾ. മനുഷ്യ മൂലധനം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഒരു മൂലധന വസ്തുവായി മാറുക, നല്ല രീതിയിൽ പ്രവർത്തിക്കാനും നല്ല രീതിയിൽ ജോലി ചെയ്യാനുള്ള ഒരു കഴിവുണ്ടാവുക. ഇതിലേതാണ്? പരിശീലനം നേടിയ തൊഴിലാളികളാണ് ഇവിടെ മനുഷ്യ മൂലധനമായിട്ട് നമ്മൾ പരിഗണിക്കുന്നത്. അത് നല്ല ട്രെയിനിങ് ലഭിച്ച തൊഴിലാളികൾ. പാലുൽപാദനത്തിലെ വർധനവ് അറിയപ്പെടുന്നത് ഓപ്പറേഷൻ ഫ്ലഡ്. പാലുൽപാദന ധവള വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ പാലുൽപാദനത്തിന്റെ വർധനവിനെ നമ്മൾ ഓപ്പറേഷൻ ഫ്ലഡ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സ്വയം തൊഴിൽ ചെയ്യുന്നവരും സ്ഥിര വരുമാനക്കാരും താൽക്കാലിക കൂലി തൊഴിലാളികളുമായി മാറുന്ന പ്രക്രിയ തൊഴിൽ ശക്തിയുടെ താൽക്കാലികവൽക്കരണം. ചോദ്യാവലിയുടെ മുൻകൂട്ടിയുള്ള പരീക്ഷണം അറിയപ്പെടുന്ന ഏത് പേരിലാണ്? പരീക്ഷണ സർവേ അഥവാ പൈലറ്റ് സർവേ എന്ന പേരിലാണ്. നമ്മൾ ക്വസ്റ്റ്യനെയർ തയ്യാറാക്കിയിട്ട് ഒരാളെ ഇൻ്റർവ്യൂവിന് വിധേയമാക്കുകയാണ്. അതിനെ നമ്മൾ പരീക്ഷണ സർവേ അഥവാ പൈലറ്റ് സർവേ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പം ഏകദേശം 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു.